തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രോഗങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. മനുഷ്യനായി പിറന്നാൽ അവൻ എന്തെങ്കിലും രോഗമുണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ ഏവരും ഒരു രോഗത്തിന് അടിമയാവും. പണ്ട് കാലത്തെ രോഗങ്ങൾ കുറവായിരുന്നു, ആശുപത്രികളിലും കുറവായിരുന്നു. ഇപ്പോൾ ആശുപത്രികൾ വർദ്ധിക്കുന്നു, ഡോക്ടേഴ്സ് വർദ്ധിക്കുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവിടെ രോഗത്തിൽ സൗഖ്യം വരുവാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കുരുടനായി പിറന്ന ഒരാളെപ്പറ്റി യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു കൊടുക്കുന്ന മറുപടിയാണ്, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്ങൾ വെളിവാങ്ങേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളതോട് ഞാൻ ചെയ്യേണ്ടതാണ്, ആവർത്തും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നത്. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൽ വെളിച്ചമാകും. ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനാണ് രോഗം, അല്ലെങ്കിൽ നമ്മുടെ പാപമാണ് രോഗം. പഴയ നിയമചിന്തയിൽ സിക്നസ് ആൻഡ് സഫറിങ് വെർ കോമൺലി ഹെൽഡ് ടു ബി ദി കോൺസിക്വൻസ് ഓഫ് വൺ സിൻസ്. ഒരാളുടെ പാപമാണ്, പാപത്തിൽ നിന്നാണ് രോഗം ഉണ്ടാകുന്നത്. ഈ പാപമുള്ള ലോകത്തിലാണ് രോഗം വരുന്നത്. നമ്മുടെ ഭക്ഷണത്തിലൂടെയും നമ്മുടെ വസ്ത്രത്തിലൂടെയും നമ്മുടെ വാഹനത്തിലൂടെയും നമ്മുടെ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ പാർക്കുന്ന ഇടങ്ങളിലൂടെയും ഒക്കെ രോഗങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രോഗത്തിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഒക്കേഷൻ ഫോർ റിവീലിംഗ് ഗോഡ്സ് ഗ്ലോറി. എന്നിലുള്ള എല്ലാ രോഗങ്ങൾക്കും, നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും ദൈവനാമ മഹത്വപ്പെടേണ്ടതിനാണെന്ന് ഓർത്തോണം. നമ്മുടെ പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചോളണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവ മുഖാന്തരമുള്ള ശക്തി നമുക്ക് ലഭിക്കണം. ക്രിസ്തുയേശുവിലുള്ള ശക്തിയാണ് വിടുതൽ ലഭിക്കുന്നത്. ഒരു രോഗം കൊണ്ട് ആരെയും പഴിക്കാൻ സാധിക്കുകയില്ല. രോഗം ഒരാൾക്ക് വരുമ്പോൾ ആളിനെ നിന്ദിക്കാൻ സാധിക്കുകയില്ല. ദൈവപ്രവൃത്തിയിലൂടെ നമ്മളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയാണ് നമ്മളെ രോഗത്തിൻ്റെ സൗഖ്യം. ആ ശക്തി പ്രാപിച്ചെടുക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. 2025 വിശുദ്ധിയുടെ വർഷം. ജഡപ്രകാരം ജീവിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-14 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഏതവസ്ഥയിലും അതിനെ അതിജീവിക്കുന്ന ദൈവീയ ശക്തി നമ്മളിൽ വരും. ഈ വചനം അതിന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തിൻ്റെ വിടുതൽ, നിങ്ങളുടെ പാപത്തിൻ്റെ വിടുതൽ ദൈവശക്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ പാപത്താൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയിൽ പിറന്ന ഞങ്ങളെല്ലാവരും പാപികളാണെന്നാൽ കർത്താവിൻ്റെ തിരുസ്നാനത്താൽ ഞങ്ങൾക്ക് ഈ വലിയ പദവി ലഭിച്ചു. കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുന്ന നീ ഞങ്ങൾക്ക് വേണ്ടി കൽവറി ക്രൂശിൽ നീ രക്തം കൊടുത്ത് ഞങ്ങളെല്ലാം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ 7 വൻകരകളിലുള്ളവരുടെയും പാപം ക്ഷമിക്കുവാനുള്ള മാർഗം കർത്താവ് ക്രൂശിൽ കാണിച്ചു. ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് രോഗങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു വിടുതലും ഒരു വേർപാടുമായി രോഗത്തോടുകൂടി, ആ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുന്ന സൂര്യൻ ഞങ്ങളിൽ പ്രകാശിക്കുമ്പോൾ ആ രോഗത്തെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പേർപ്പെട്ടവർക്കും ഏത് രോഗിക്കും ഈ ബലം കൊണ്ട്, ഈ സൗഖ്യം കൊണ്ട് നിറയ്ക്കണം.
ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ലോകമെമ്പാടുമുള്ള സ്കൂളുകൾ, കലാലയങ്ങൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥികൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, ബെഡ്ഡനായിട്ടുള്ളവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, പാപത്തിൻ്റെ പരിണിത ഫലത്താൽ വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ തകർന്നു പോയ ജീവിതങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ അത് വീണ്ടെടുത്ത് ഒരു വലിയ രൂപാന്തരത്തിൻ്റെ ശക്തി എല്ലാവരിലും ഒരുപോലെ ആവരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കേട്ട എല്ലാവർക്കും ദൈവം ശക്തി നൽകട്ടെ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.